ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുള്ള നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടുകളെല്ലാം ഇവിടെ പരിപാലിക്കുന്ന എൻ്റെ അപ്പൂപ്പനാണ്. ഓക്കെ, സ്ഥലം അപ്പോൾ കീഴാറ് ചെറുവങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല ഒത്തിരി വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെറൈറ്റി വാങ്ങാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയത് നമ്മുടെ ഫ്രൂട്ട്സ് ഹാർവെസ്റ്റ് ചെയ്യായിരുന്നു അല്ലേ അപ്പോൾ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ അടക്കാറായ അപ്പോൾ ഇതൊക്കെ ഇല്ലേ അല്ലേ? അടക്കാറ് ഇതിപ്പോ ഏകദേശം നമ്മൾ അടക്കേണ്ട അതിന്റെ എപ്പോഴാണ് ഫ്രൂട്ട്സ് അടക്കാനുള്ളതെന്ന് അപ്പച്ച പറഞ്ഞു തരും. ഇത് എപ്പോഴാ ഏത് കളർ എത്തുമ്പോഴാണ് നമുക്ക് അടക്കെടുക്കാൻ? അടക്കാൻ ഇത് തന്നെ കളർ. ഈ കളർ ഇപ്പൊ ഇത് കഴിഞ്ഞ കാലത്ത് വെടിച്ചു പോകും, ഇപ്പോഴൊന്നും പോകും. ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ ചെയ്യുന്നവർക്ക് പലരും ആരും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടില്ല എപ്പോഴും ഇത് അടക്കാണെന്നുള്ളത്. അപ്പൊ അതായത് ഇപ്പോ ഇത് അടക്കാൻ പാടില്ലെന്ന്. അത് ഇനി കുറച്ച് അടക്കാറായി ആയല്ലേ? അത് അടക്കാറായി. ചോപ്പ് അടിച്ചാൽ ഉടനെ അടക്കാം. ഈ ചോപ്പ് അടിച്ചാൽ അടക്കാം. അത് നമ്മൾ പിന്നെ വച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പഴുത്തോളും. ഓ, പച്ച കഴിഞ്ഞ് എപ്പോഴും നല്ല ഫുൾ ഇതുപോലെ ചോപ്പ് ആയി കഴിയുമ്പോൾ അങ്ങ് അടക്കാനുള്ള സമയമായി. അപ്പൊ ഇതെല്ലാം അപ്പൊ അടത്ത് കഴിഞ്ഞാൽ കളർ ആയതാണ് അതൊക്കെ. ഇപ്പൊ അടുത്തതേ ഉള്ളൂ അല്ലേ ഇതൊക്കെ? ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് അപ്പൊ ചിലപ്പോ ഒരു സീസണിൽ ഏകദേശം എത്ര കിലോ കിട്ടുമായിരിക്കും? ഒരു സീസണിൽ എത്ര എണ്ണം കിട്ടുമായിരിക്കും ഏകദേശം? ഒരു സീസണില് 10-200 എണ്ണം കിട്ടും. കാറ്റ് വരണല്ലേ ഉള്ളൂ. ഓ, ഇപ്പൊ രണ്ടാമത്തെ വർഷം ആയതേ ഉള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് കരയിലാണ് നടേണ്ടത്. നമ്മളിത് തറയിൽ നട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതനുസരിച്ച് കുറവ്. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു ലോറി കയറ്റി അയക്കാൻ വേണ്ടിയുള്ള സാധനം ഇവിടെ ഉണ്ടാവും. ഇതിപ്പോ നമ്മളിവിടെ ഈ കുറച്ച് ഏകദേശം ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഏകദേശം 11 മൂടാണ് അപ്പോനുള്ളത്. ഈ 11 മൂട് കൊണ്ടാണ് നമ്മളിപ്പോ കേരളത്തിൽ മൊത്തം സാധനം കയറ്റി കൊടുക്കുന്നത് അല്ലേ? പക്ഷേ കേരളത്തിലല്ല, തമിഴ്നാട്ടിൽ നമ്മൾ ഈ വെറും 12 മൂട് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓരോ ഏക്കർ കണക്കിനൊക്കെ ചെയ്യുന്നവർ എന്തുമാത്രം അല്ലേ അവർക്ക് ഉണ്ടാവുന്നത്. നമുക്ക് കരയിൽ നടുന്നവർക്ക് ശരിക്കും കാ കിട്ടും. ഒരു മൂട്ടിൽ നിന്ന് തന്നെ 50 കിലോ വരെ കിട്ടും. ഒരൊറ്റ മൂട്ടിൽ നിന്ന് 50 കിലോ വരെ കാ കിട്ടും. ഒറ്റ മൂട്ടിൽ നിന്ന് 50 കിലോ കിട്ടും. നമുക്ക് കാറ്റ് വയ്ക്കാണ്ട് നമ്മൾ അതെ അതെ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഉള്ളത്. നമുക്ക് ഇവിടെ തറയിൽ നടാൻ സൗകര്യം. വെയിൽ കുറവല്ലേ? വെയിൽ കുറവ്, നിരന്ന മണ്ണ്, ഏറ്റിറക്കമുള്ള മണ്ണായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. നമുക്കിവിടെ വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അഴുകി കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ പിന്നെ ഇത് വാങ്ങിച്ച് ഇപ്പോ കട്ടിങ് വാങ്ങിച്ചവരെടുത്ത് നടുമ്പോ അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഇതിപ്പോ നടുമ്പോഴേ വെള്ളം വീഴ്ത്തിയാൽ ദ്രോഹിക്കാതിരിക്കണം അല്ലേ? വെള്ളത്തിന്റെ ആവശ്യമില്ല. ഭയങ്കര പിന്നെ വേനൽ സമയമാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം കൊടുക്കാം. പക്ഷെ ഇത് കള്ളിച്ചെടിയാണ്. കള്ളിക്ക് വെള്ളം വേണ്ട. കള്ളി ഇത് വെള്ളം സംഭരിച്ചു വെച്ചേക്കുന്നത്. അതാണ് അതിൽ ഫ്ലഷ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു വലിയ ഫാം തുടങ്ങുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി സാധനം എത്ര വേണമുണ്ട്. നമ്മളിവിടെ അത്രയ്ക്ക് നമ്മളിവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9809986874. അപ്പോൾ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. എടാ നമുക്ക് ഇതുപോലെ വെറൈറ്റി വേണം. നമ്മളിലുള്ള വെറൈറ്റീസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ കയ്യിലുള്ള ഇത് മലേഷ്യൻ റെഡ് ആണ്. ഓക്കെ, അതിൻ്റെ ഫ്രൂട്ട്, യെസ്, ദിസ് ഈസ് മലേഷ്യൻ റെഡ്. അടുത്ത് ഇതാ ഇവിടെ നമ്മളതിൽ ഇത് വന്നിട്ട് പലോറയാണ്. പലോറ ഇവിടെ ഫ്രൂട്ടിൻ്റെ മുകളിൽ മുള്ളുണ്ട്. അയ്യോ, പൊത്ത് കയറിയേ. അപ്പോൾ ഫ്രൂട്ട് അടക്കുമ്പോൾ പൊത്ത് കയറും. ഓക്കെ, അതാണ് പലോറ. അതാണ് അടുത്ത് നമ്മളെ ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇതല്ല, കുറച്ചുകൂടെ സൈസ് ആവും അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ സൈസ് ആവും. പിന്നെ ഇത് നമ്മളെ ഇതിൽ നിൽക്കുന്നതാണ് ഉണ്ടായത്. ഇങ്ങനെ നമ്മൾ അറുത്തെടുക്കുന്നില്ല. ഇപ്പം അറുത്ത് വീണ്ടും എടുക്കുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇത് മലേഷ്യ റെഡ്. പിന്നെ ചോട്ടല്ലേ മുള്ളുപത്തുകാർ. ഇവിടെ നിൽക്കുന്ന അമേരിക്കൻ ബ്യൂട്ടി അല്ലേ? പക്ഷേ അമേരിക്കൻ ബ്യൂട്ടിയാണ്. ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതും അമേരിക്കൻ ബ്യൂട്ടിയാണ്. ഇതും അമേരിക്കൻ ബ്യൂട്ടി അല്ലേ? ഓക്കെ, അപ്പോൾ ഇതും അമേരിക്കൻ ബ്യൂട്ടിയാണ്. എല്ലാം പൂത്തിട്ടുണ്ട്, കായും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ബാക്കിൽ ഇത് ഓക്കെ. മുള്ളുപത്തുകാറല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മളിതുപോലെ അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇവിടെ കാണിച്ചു തരാം. എന്താ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇത് ഇത്രയും തമിഴ്നാട് പോവും, അതിൽ നിന്ന് 2-3 തമിഴ്നാട്, ഇത് നമ്മുടെ കേരളം, പിന്നെ കർണാടകയിലേക്ക് വേണ്ടി നമ്മൾ ഇനി കുറച്ച് മുറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലായിടത്തേക്കും വേണ്ടിയുള്ള നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഓർഡേഴ്സ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിവിടെ പ്ലാൻസ് എല്ലാം കാത്തു നിൽക്കുന്നത്. പ്ലാൻസ് ടൂർ പോകണ്ടേ നിങ്ങൾക്ക്? ഇവിടെ ഇവന്മാരൊക്കെ ടൂർ പോകാൻ വേണ്ടത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഡാഫി? എല്ലാം പാക്ക് ചെയ്ത് വെച്ചിന്ന് തമിഴ്നാട് ടൂർ പോകാൻ വേണ്ടി പോവുകയാണ്. നാളെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ടൂർ പോവുകയാണ്. അടുത്തുള്ള പ്ലാൻസിന് ഇതുപോലെ ടൂർ പോകണം. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എവിടെ നിന്ന് ഓർഡർ ചെയ്താലും നമ്മൾ സാധനങ്ങൾ അയക്കും. അതിന് വേണ്ടിയുള്ള സ്റ്റോക്ക് ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇത്രയും വെച്ചുകൊണ്ട് മാത്രം ഇവർ ചെയ്യുകയാണ്. നല്ല ഇതേ അങ്ങ് താഴെ നോക്കി ആ മതിൽ മൊത്തം കിടക്കുന്നുണ്ടോ? അതുപോലെ നമ്മൾ വേറെയും കുറേ പ്ലേസിൽ ചെയ്യുന്നുണ്ട് പല വെറൈറ്റീസും. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, ഓർഡർ ചെയ്യുക. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.